ഇനി സ്പോർട്സ് ഷോർട്സിലേക്ക് പോകാം. ഹൈദരാബാദിൽ നടന്ന സൗത്ത് സോൺ സബ് ജൂനിയർ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടം കൈവരിച്ച കേരള ടീം 17 സ്വർണം, 17 വെള്ളി, 19 വെങ്കലം എന്നിവയുൾപ്പെടെ ആകെ 53 മെഡലുകളാണ് കേരളം നേടിയത്. പെൺകുട്ടികളുടെ ഗ്രൂപ്പ് 2-ൽ അളകനന്ദ രാജുവും ആൺകുട്ടികളുടെ ഗ്രൂപ്പ് 1-ൽ ശ്രീഹരിയും വ്യക്തിഗത ചാമ്പ്യന്മാരായി കേരളത്തിന് അഭിമാനമായി. കേരള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വാട്ടർ പോളോ ടീമുകൾ സോണൽ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നിലനിർത്തുകയും ചെയ്തു. കേരള സംസ്ഥാന സബ് ജൂനിയർ റഗ്ബി ചാമ്പ്യൻഷിപ്പ് 2026 ജനുവരി 3-4 തീയതികളിൽ ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച റോട്ടറി ട്രോഫിക്ക് വേണ്ടിയുള്ള 4ാമത് കേരള സംസ്ഥാന കിഡ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം ജേതാക്കൾ. നാടകീയ ഫിനിഷിംഗിൽ 37-36 നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെയാണ് വീഴ്ത്തിയത്. പെൺകുട്ടികളിൽ ആലപ്പുഴ തിരുവനന്തപുരത്തെ തോൽപ്പിച്ച് കിരീടം നേടി. റാപ്പിഡ് ചെസ് ലോക കിരീടം കാൾസന് 6ാം വട്ടമാണ് കാൾസൺ ചാമ്പ്യനാകുന്നത്. ഇന്ത്യയുടെ അർജുൻ എരിഗാസിക്കും കൊനേരു ഹംപിക്കുമാണ് വെങ്കലം. ടൂർണമെന്റിൽ കളിച്ച മലയാളി താരം നിഹാൽ സരിൻ 19ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. നേരത്തെ ടൂർണമെന്റിൽ അർജുൻ എരിഗാസി കാൾസനെ തോൽപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. വേൾഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ കാൾസൺ 9ാം തവണയും ചാമ്പ്യനായി. ഇന്ത്യയുടെ അർജുൻ എരിഗാസി വെങ്കലവും സ്വന്തമാക്കി. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.